ഗായക പാലക രക്ഷക ഗായക പാലക സ്നേഹത്തിൻ വീണയാം യേശുനാഥ വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം വാഴ്ത്തിടാം ഞങ്ങൾ വണങ്ങിടാം രക്ഷക ഗായക പാലക മിശിഹായിൽ സ്നേഹമുള്ളവരെയും നമ്മെല്ലാവരെയും കർത്താവിന്റെ തറയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആഴമായ വിശ്വാസവും ദൈവാശ്രയബോധവും ധാരാളമായി ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിലൂടെ ദൈവം നമുക്കായിട്ട് നൽകുന്ന എല്ലാ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളെയും വിശ്വാസത്തിൻ്റെ ആഴത്തോടുകൂടി അതിജീവിക്കാനും എടുക്കുന്ന ഭാവനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ചേർന്നീരാം ഒരുമയോടെ അർപ്പിക്കാം. ചിതരായി തീർന്നീടാം നവമൊരു പീഠമൊരുക്കീടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതി. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വര സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും.
സ്വർഗസ്ഥനായുള്ള പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്ത്രീയന്മാരുടെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങളെ അങ്ങ് തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യം നൽകിയ ജീവനായ ദൈവികമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും താരം സ്തുത്യനുമെന്നെന്നും അനവധ്യൻ മമ നാഥാവിൻ മഹിമയ്ക്കടവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും കാലങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങൾ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനത്തിനാത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാഥ അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകൾ നിറഞ്ഞ് കുടിഞ്ഞു നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാ സർവേശ, പരിപാവനാ ബലവാനേ, പരിപാവനാ മർത്യനേ,
വിശുദ്ധരെ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്ഥിരനും ബലവാനും അവർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, പൗലോസ്ലീഹ സഭയ്ക്ക് എഴുതിയാവുന്ന ലേഖനം 2-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, നിങ്ങൾ യൂദായിൽ ഈശോ മിശിഹായുടെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ച സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളുടെ സഹിച്ചു. യഹൂദർ കർത്താവായ ഈശോയെയും പ്രവാചകരെയും വധിച്ചു, ഞങ്ങളെ പുറന്തള്ളി. അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്തു. ജനങ്ങൾ രക്ഷപ്പെടാതിരിക്കുന്നതിന് അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് സദാ പൂർത്തിയാക്കുകയും ചെയ്തു. അവസാനം ദൈവക്രോധം അവരുടെ മേൽ നീ പതിച്ചിരിക്കുന്നു. സഹോദരി, ആത്മനാല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് ആകാംക്ഷാപൂർവം നിങ്ങളുടെ മുഖം കാണുവാൻ വീണ്ടും കാണാൻ ഞങ്ങൾ അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു, പ്രത്യേകിച്ച് പൗലോസായ ഞാൻ പല പ്രാവശ്യം. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ ഈശോയുടെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും സന്തോഷവും അഭിമാനത്തിന് കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും സന്തോഷവും. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. ദൈവമേ, നിൻ തിരുവചനങ്ങൾ കേൾക്കുവാൻ കാതോർത്തു നിൽക്കുന്നു. വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. വചനങ്ങളിൽ വിളവേകുവാൻ വിനയത്തോടെന്നും പ്രാർത്ഥിക്കുന്നു. നാരായണി അരുൾ ചെയ്താലും ദാസർ ശ്രവിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, നിരാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാനായിട്ട് ഈശോ ഒരു ഉപമ അരുൾ ചെയ്യുകയാണ്. പ്രധാനമായിട്ടും നീതിരഹിതനായ ഒരു ന്യായാധിപന്റെ അടുക്കൽ വിധവയായ പാവപ്പെട്ട ഒരു വിധവ വന്ന് നീതിക്കായിട്ട് അപേക്ഷിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അതുകൊണ്ട് അവസാനം ഈ വിധവയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ഈ നീതിരഹിതനായ ന്യായാധിപൻ അവൾക്ക് നീതി നടത്തി കൊടുക്കുകയാണ്. നമുക്കറിയാം, പ്രാർത്ഥന എപ്പോഴും സ്ഥിരോത്സാഹത്തോടുകൂടി ആയിരിക്കണം. അതോടൊപ്പം തന്നെ വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. നമുക്കറിയാം, നമ്മുടെ കർത്താവ് നീതിമാനായ കർത്താവാണ്. ഈ നീതിരഹിതനായ ന്യായാധിപനെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തമായ നീതി നടത്തി കൊടുക്കണം എന്ന്, അത് എത്രയും വേഗം നീതി നടത്തി കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ പക്കൽ സമീപിക്കാനായിട്ട് നമുക്ക് വലിയ എളുപ്പമുണ്ടാകും.
അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് സമയം വൈകുകയും, അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് വലിയ നീതി നടത്തി തരുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് നീതിമാനായ ദൈവത്തിൻ്റെ പക്കൽ പ്രാർത്ഥനയിലൂടെ അണയാനായിട്ട് നമ്മൾ ഒരിക്കലും മടി വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നീതി അവിടുന്ന് കാലവിളംബം വരുത്താതെ തന്നെ നമുക്ക് നടത്തിത്തരും. അപ്പം അതുകൊണ്ട് വിശ്വാസത്തോടുകൂടിയും സ്ഥിരോത്സാഹത്തോടുകൂടി ദൈവസ്ഥലത്തിൽ അണയുക എന്നുള്ളതാണ് നാം ഓരോരുത്തർക്കും ചെയ്യാനായിട്ടുള്ളത്. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മൾ അന്വേഷിക്കാനായിട്ട് മുൻതൂക്കം കൊടുക്കുക. പ്രധാനമായിട്ടും ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ സമീപിക്കുന്നവരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകണമെന്നുള്ള ആ ഒരു വലിയ ചിന്തയാൽ നാം ദൈവസന്നിധിയിൽ അടയുമ്പോഴാണ് അത്തരത്തിലുള്ള പ്രാർത്ഥനകൾക്കാണ് ആ വലിയ ദൈവസന്നിധിയിൽ വിലയുള്ളത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഒന്ന് പുനഃപരിശോധിക്കാം. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അണയുന്നത്? അഥവാ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങൾ നിലനിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം, അതിന് നടുവിലും ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുമെങ്കിൽ അതാണ് ശക്തമായ പ്രാർത്ഥന, അതാണ് യഥാർത്ഥ പ്രാർത്ഥന. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ കർത്താവ് കുരിശിലിടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു, കർത്താവേ ദൈവമേ ഈ കാസ എന്നിൽ നടന്നു പോകട്ടെ. അവിടെ വളരെ വ്യക്തമായിട്ട് ഈശോ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അപ്പൊ യഥാർത്ഥത്തിൽ പ്രാർത്ഥനകൾ എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിയുന്നവയായിട്ട് മാറണം. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിയാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടുള്ള പ്രാർത്ഥനകളാകട്ടെ. അതിലൂടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അതിജീവിച്ചുകൊണ്ട് വിശ്വാസ തീക്ഷ്ണതയാൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉണർത്തിക്കാനായിട്ട് കഴിയും. അതിനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചന ഭാഗം ശ്രമിക്കാം. ഭഗ്നാശനാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ ഈശോ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവരോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ആത്മഗതം ചെയ്തു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നതുകൊണ്ട് ഇനി വന്ന് എന്നെ അസഹ്യപ്പെടുത്താതിരിക്കാൻ ഞാൻ അവൾക്ക് വേണ്ടി നീതി നടത്തി കൊടുക്കും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു പറയുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷിയുടെ ചുടുതലത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആർഡിയൽ മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, സ്ത്രീഹന്മാരും പ്രവാചകന്മാരുമാവുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവിളിക്കനുസൃതമായ സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായ ലോകത്തെ നവീകരിക്കുവാൻ
ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാനങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും ദീക്ഷതയോടുകൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതരെ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ കൃപാസനത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. ഞാനേകുന്നു ജീവിതമെന്നാഥ, ഞാനർപ്പിക്കും കാഴ്ചകളിൽ കനിയൂ തിരുവഴുത്താരയിൽ. ദേഹവും ദേഹിയും എൻ സർവ്വവും നിൻബലിപീഠേ അർപ്പണം ചെയ്യും നിമിഷമിതാ സമാഗതമാം. സ്വീകരിക്കൂ സ്വീകാര്യമായ ഒരു ബലി പോലെ. സ്വീകരിക്കൂ സ്വീകാര്യമായ ഒരു ബലി പോലെ. ദിവ്യരൂഹാക്യം സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിലാ പാവനമീ ബലിയിൽ സുരനുടെ പ്രേക്ഷിതരേ, സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിദിനോർത്തിടാ. നമ്മുടെ കൂടെ ബലവാനാ കർത്താവേ,
യാക്കോബിൻ ദൈവം നമ്മോട് തുണയുന്നു. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തിയുമുള്ള ജാതനും യോഗ്യനാമുള്ള പിതാവിൽ ജനിച്ചവനും പിതാവിനാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യവും പിതാവിന്റെ കൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബായിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും പിതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായും ശരീരത്തിലേക്കും നിത്യായുസ്സും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതി ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കിസ്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ കാത്തുപോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിനും ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങളിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷകളെ ഏറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച് സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീരങ്ങളാകുന്ന ദിവസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്ന ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരികത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹവും സഹവാസവും നമ്മോട് ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര
യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. പരിശുദ്ധരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് സ്തുതി വീഴ്ത്തി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതി നീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരകളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ ഇടവക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നാമത്തിൽ ചൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരാത്മായ പ്രേക്ഷകർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാനങ്ങൾ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും
സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനകമായി വിതമർത്തിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കൃപാനന്ദ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാം മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവദിനത്തിന് വേണ്ടി പ്രത്യേകമായി ഈ ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റു വിശേഷ ദിനങ്ങളും ആചരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി നീ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഏവരും ബലഹീനരും ക്ലേശകരമായി ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ വിശുദ്ധ ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന രക്ഷകരമായ ഈശോയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായ നവീകമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ വന്ന നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയും തന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒന്നിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തവിധം എന്നോട് ദയ തോന്നണമേ. കർത്താവിനെ ഗ്രഹിക്കണമേ. ഞങ്ങൾ കർത്താവായ ദൈവമേ, ദയോഗ്യരാകുന്നു, ജീവനായകവും ദൈവികവുമായ ഈ രഹസ്യത്തിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവ് ഈശോമിശിഹായെ നിന്റെ നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി അപ്പം സർവ്വത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തോടും സന്നദ്ധത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. കരങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കുക.
മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വെള്ളിപ്പോഴും ഐക്യത്തോടും കൂടി ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാവട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയനും പ്രസന്നവദനനും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജലത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിനർത്താവേശ്വരായ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും ക്രിസ്തുവിനെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിത്യജീവൻ നൽകട്ടെ. സ്നേഹമേകുന്ന ആത്മാവിൽ
സമർപ്പിക്കുന്നു. ജീവിതായുധയുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകളായി യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്ഥിരപരിശുദ്ധവും ജീവദായ ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് അങ്ങയുടെ മഹനീയ സ്നേഹബഹുമാനം കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും തന്നെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ സ്ഥിരവും പരിശുദ്ധവും ജീവദായവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ജീവൻ നൽകും ദൈവികമാൻ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ താഴെ കടങ്ങളെ സ്തുതി. ഇതിനനുസരിച്ച് കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോഴേ അറിഞ്ഞുകൂടാ. മറിയത്തോടൊത്ത് ആരാധിക്കാം, വിശുദ്ധരോടൊത്ത് ആരാധിക്കാം. മാലാഖമാർ ചേർന്ന് ആർത്തുപാടാം, സഭയിൽ ഒരുമയിൽ ചേർന്നു പാടാം. മറിയത്തോടൊത്ത് ആരാധിക്കാം, വിശുദ്ധരോടൊത്ത് ആരാധിക്കാം. മാലാഖമാർ ചേർന്ന് ആർത്തുപാടാം, സഭയിൽ ഒരുമയിൽ ചേർന്നു പാടാം. ആരാധന 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 പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തിരൂപനായ ഈശോയെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഏകാഗ്രമാക്കിക്കൊണ്ട് തിരുവോസ്തിയിൽ സജീവനായ കർത്താവിന്റെ വലിയ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. ദൈവം ഇത്ര സമീപത്തുള്ള ഏത് ജനതയാണ് ഈ ഭൂമുഖത്തുള്ളത് എന്ന് നമ്മെ നോക്കി മറ്റുള്ളവർ അതിശയത്തോടുകൂടി പറയുന്നത്. കർത്താവിന്റെ വലിയ സാന്നിധ്യം കൂടെയുണ്ടെന്നുള്ള വലിയ ചിന്ത, വലിയ അവബോധം ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഈ വലിയ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. നമ്മെ ആശ്വസിപ്പിക്കുവാനായി കർത്താവിന്റെ സാന്നിധ്യം കൂടെയുണ്ട്. നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ ജീവിത പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉത്തരവാദിത്തങ്ങളും കടമകളും എല്ലാം ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവിൽ വലിയ ആശ്വാസം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനത്തിലൂടെ നമ്മെ ഈശോ ഓർമ്മപ്പെടുത്തി നിരാശരാകാതെ ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ ഈശോ അറിയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മിൽ നിറവേറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്ന പോലെ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും ദൈവത്തിൻ്റെ തിരുമനസ്സിനോട് പൂർണ്ണമായിട്ടും കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനും ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം ആചരിക്കുമ്പോൾ എവിടെയും സമ്പൽ സമൃദ്ധിയും സന്തോഷവും ഐക്യവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റു വിശേഷ ദിനങ്ങളും ആചരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തോട് പ്രാർത്ഥനയോടുകൂടി നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേകി സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലനായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകതൻ വല്ലഭനേ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ ആഴ്ചയിൽ ജന്മദിനങ്ങളും മറ്റു വിശേഷ ദിനങ്ങളും ആചരിക്കുന്ന എല്ലാവർക്കും ഇടവയുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനാശംസകളും മംഗളങ്ങളും നേരുകയാണ്. അടുത്ത ഞായറാഴ്ച സെപ്റ്റംബർ 6-ാം തീയതി നമ്മൾ നഴ്സറി ക്ലാസ്സുകൾ ഓൺലൈനായി ആരംഭിക്കുകയാണ്. ഇനി ആരെങ്കിലും പേരുകൾ നൽകാനായിട്ടുണ്ടെങ്കിൽ ഉടനടി ഈ ആഴ്ചയിൽ തന്നെ പേരുകൾ നൽകണമെന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഡിസംബർ 27-ാം തീയതിയാണ് ലോഗോസ് ക്വിസ് പരീക്ഷ നടത്തുക എന്നാണ് ഇതിനോടകം നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി രജിസ്ട്രേഷൻ്റെ സമയം കുറച്ച് നീട്ടിയിട്ടുണ്ട്. ഒക്ടോബർ 31-ാം തീയതി വരെ രജിസ്ട്രേഷൻ ടൈം നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും എല്ലാവരും ധാരാളം ആളുകൾ പേരുകൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇനിയുമുണ്ട്. അത്രയും വേഗം രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, നാളെ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആചരിക്കുകയാണ്. എത്ര ആസുരമായ കാലഘട്ടത്തിൽ പോലും വളരെ നല്ല സ്മൃതി സുഗന്ധങ്ങൾ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട്. അത്തരത്തിലൊരു സ്മൃതി സുഗന്ധമാണ് ഓണം നമുക്ക് പങ്കുവയ്ക്കുക. കാരണം പ്രത്യേകിച്ച് ഓണം നാളിൽ എല്ലാവർക്കും വലിയ സന്തോഷവും ആഹ്ലാദവുമാണ്. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടം ഒരു ആസുരമായ കാലഘട്ടമാണ്. അതിന് നടുവിലും നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി വലിയ സ്നേഹവും ഐക്യവും ഒക്കെ പങ്കിട്ടുകൊണ്ട് ഓണം ആചരിക്കുമ്പോൾ വലിയ സന്ദേശമാണ് ഓണം നമുക്ക് നൽകുക. മരണത്തോളം വിശ്വസ്ത പുലർത്തേണ്ട പല നിമിഷങ്ങളും നമുക്ക് ചില വാക്കുകൾ നമുക്കുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് വിശ്വസ്തരായിട്ട് മാറുക. അപ്പോൾ അതോടൊപ്പം തന്നെ വലിയ നീതിയോടും ഐക്യത്തോടും കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അതൊക്കെ നമുക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഓണം ആശംസിക്കുന്നതോടൊപ്പം നേരുകയാണ്. ഐക്യവും സ്നേഹവും സമാധാനവും എല്ലാവരുടെയും കളിയാടട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. നമുക്കറിയാം, ഈ കോവിഡ് പ്രതിസന്ധി തീരുന്നില്ല. വളരെ ജാഗ്രതയോടും ശ്രദ്ധയോടും കൂടി നമുക്ക് മുന്നോട്ട് പോകാം. വ്യക്തിപരമായിട്ട് തന്നെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മാതാവേ
തൃപ്പാദങ്ങൾ